കത്തിത്തീരുന്നുവെന്ന് നാം കരുതുന്ന റസയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുയരുന്ന ചോദ്യമുണ്ട്. എവിടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ സഹായം? റസയെ അല്ലെങ്കിൽ പിന്നെ ഇനി ആരെയാണ് അല്ലാഹു സഹായിക്കുക? സത്യത്തിൽ ഖുർആൻ പറയുന്ന നസ്ർ മനസ്സിലാവാത്തതിലുള്ള പ്രശ്നമാണ് ഈ ആധിക്ക് കാരണം. ഒപ്പം നമ്മുടെ മനുഷ്യപ്രകൃതവും. അജൂൽ, ഹലൂൾ തുടങ്ങിയ ചില പ്രകൃതങ്ങളുണ്ട് മനുഷ്യന്. എല്ലാം ഇപ്പോൾ തന്നെ ബ്ലാക്ക് വൈറ്റായി കാണണം. നഷ്ടങ്ങളൊന്നുമില്ലാതെ ദിവ്യാത്ഭുതങ്ങളിലൂടെ കാര്യങ്ങൾ നടക്കണം. ഉടൻ ഫലങ്ങൾ വേണം. അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി അല്ലാഹു പോരാട്ടത്തിന്റെ കൊട്ടേഷൻ എടുക്കണമെന്നാണ് ഉള്ളിൽ. അതങ്ങനെ സംഭവിക്കില്ലെന്നാണ് പോരാട്ടം വിശ്വാസികൾക്ക് നിയമമായതു മുതലുള്ള ചരിത്രം. നിങ്ങൾ അവരോട് ഏറ്റുമുട്ടുക. നിങ്ങളുടെ കൈകളാൽ അവരെ ശിക്ഷിക്കുകയാണ് അല്ലാഹുവിന്റെ താൽപ്പര്യം. നിങ്ങളത് ചെയ്യുമ്പോൾ അതിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാവും. അഭൂതപൂർവമായ ഫലമുണ്ടാവും. വമാ റമൈത ഇദ് റമൈത എന്ന് അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ട് $50 താഴെ ചിലവുള്ള യാസീൻ 105 പോലുള്ള ഹാൻഡി സാധനങ്ങൾ എറിയുമ്പോൾ മില്യൺ കണക്കിന് ഡോളർ ചിലവുള്ള അതിശക്തമായ മിർക്കാവുകൾ പൊട്ടിത്തെറിക്കുന്നത് നസ്റില്ലാതെ എങ്ങനെ സംഭവിക്കും? ടാങ്കിനു നേരെ കയ്യിൽ ആയുധവുമായി ഓടിയെടുക്കുന്ന പോരാളിയെ കണ്ടിട്ടും അതിനകത്തിരിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ കൈവശമുള്ള സയനിസ്റ്റ് ഭീരുവിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് നാം ഭയമിട്ടുകൊടുക്കും എന്നല്ലേ? പോരാളി സംഘങ്ങൾ പുറത്തുവിടുന്ന പോരാട്ട ചിത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുന്നത് മനസ്സിലാക്കുവാൻ. നസ്റിമെക്കുറിച്ച് അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനം തൂഫാനിലൂടെ ഒന്ന് വായിച്ചു നോക്കൂ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾക്ക് ചുവടുറപ്പു നൽകും. നസ്റുണ്ടെങ്കിലേ ഉറച്ചു നിൽക്കാൻ കഴിയൂ എന്നല്ലേ ഈ പറയുന്നത്? അഥവാ നസ്റിന്റെ അടയാളമാണ്, ഫലമാണ് പോരാളികളുടെ ഉറച്ചുനിൽപ്പ്. തൂഫാൻ തുടങ്ങിയിട്ട് 690 ദിവസങ്ങൾ പിന്നിട്ടു. ഒരൊറ്റ ദിവസമെങ്കിലും ചെറുത്തുനിൽപ്പ് പോരാളികൾ നവനാസി ആക്രമികളോട് തോറ്റു പിൻവാങ്ങിയോ? പോരാട്ടം വേണ്ടെന്നു വെച്ചോ? അവരുടെ ശക്തി ക്ഷയിച്ചുപോയോ? ഒന്നുമില്ല. നേതാക്കളടക്കം ആയിരക്കണക്കിന് പോരാളികൾ ഷഹീദായിട്ടുണ്ട്. അവരുടെ വ്യക്തിഗത ലക്ഷ്യം നേടിയിട്ടുണ്ട്. നഫ്സും മാലും മുഴുവനായി സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുന്നണിയെന്ന നിലയ്ക്ക് ഈ നിരന്തര പോരാട്ടങ്ങൾക്കിടയ്ക്കും പുതുതായി ആയിരക്കണക്കിന് പുതിയ പോരാളികൾ ചേരുന്നു. അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നു. ആഭ്യന്തര വിലയിരുത്തലുകളും വീഴ്ചകൾ പഠിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റലുകളും എല്ലാം നടക്കുന്നുവെന്ന് ഈയിടെ